നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംഭവബഹുലമായ ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ എല്ലാവരും ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ മുതൽ എഴുന്നേറ്റ് വന്നിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിലായിരിക്കുന്നു. അതീവ രഹസ്യമായിട്ട് ലൂപ്പ് ഹോളുകളൊന്നും ഇല്ലാതെ വളരെ പഴുതടച്ച നീക്കത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഹോട്ടലിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് ഇത്തരത്തിൽ മൂന്നാമതൊരു പരാതിക്കാരി വന്ന കാര്യം പോലും അതീവ രഹസ്യമായിട്ട് വെച്ചു. പിന്നാലെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു. വഴി നീളെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം അരങ്ങേറുകയാണ്. എന്തായാലും നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അതിജീവിതകൾ. ഇപ്പോൾ ഒരുപാട് അതിജീവിതകൾ, രാഹുൽ തന്നെ ഇത്തരത്തിൽ ഉപദ്രവിച്ച ഒരുപാട് പെൺകുട്ടികൾ, അവരുടെ കഥകൾ, പരാതിയുമായി അവർക്ക് പരാതി നൽകാനുള്ള ധൈര്യം എടുക്കാൻ തന്നെ അവർക്ക് സമയമെടുത്തു. അത്തരത്തിൽ അതിജീവിതമായിട്ടുള്ള പെൺകുട്ടികളെ അധിക്ഷേപിച്ച് മഹിളാ കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നിരിക്കുകയാണ്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിലായതിനു പിന്നാലെയാണ് പരാതി നൽകിയ അതിജീവിതകളെ മഹിളാ കോൺഗ്രസ് നേതാവ് അധിക്ഷേപിച്ചത്. മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു ബിനുവാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അതിജീവിതകളെ അധിക്ഷേപിച്ച് രംഗത്ത് വന്നത്. ഭർതൃമതികൾക്ക് മാത്രമായി ഉണ്ടാകുന്ന ഈ വൈകൃത രോഗത്തിന് മരുന്നുണ്ടോ എന്ന് ആദ്യം ഒരു ഗവേഷണം നടത്തുക എന്ന അധിക്ഷേപമാണ് ബിന്ദു ബിനു സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. നേരത്തെ മറ്റൊരു ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്ന സമയത്തും പരാതിക്കാരെ അധിക്ഷേപിച്ചും MLAയെ പിന്തുണച്ചും ബിന്ദു ബിനു നേരത്തെയും രംഗത്തെത്തിയിരുന്നു. എന്തായാലും തീർച്ചയായിട്ടും ഇപ്പോൾ ഈ അതിജീവിതകളെയൊക്കെ അധിക്ഷേപിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ ഈ ഒരു മഹിളാ കോൺഗ്രസ് നേതാവ്. നമുക്കറിയാം, നേരത്തെ രഞ്ജിത പുളിക്കൻ എന്ന മഹിളാ കോൺഗ്രസ് നേതാവും ഈ അതിജീവിതകളെയൊക്കെ അധിക്ഷേപിച്ച് പരാതിക്കാരികളെയൊക്കെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. ഈ അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായ ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും മറന്നുകൂടാത്ത ഒരു പേരാണ് സജന ബി സാജൻ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയാണ്. വളരെ അധികം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർന്ന സമയം മുതൽ തന്നെ രാഹുലിനെതിരെ പരസ്യമായ നിലപാട് സ്വീകരിച്ച് അതുപോലെ തന്നെ സൈബർ ആക്രമണമൊക്കെ നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് സജന ബി സാജൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ അറസ്റ്റിലായതിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ച് സജന ബി സാജനും സജനയുടെ ഒരു പ്രതികരണം കൂടി നമ്മൾ നോക്കുന്നു. സജന പ്രതികരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: അതീവ ഗൗരവമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കുക എന്നത് ഉത്തരവാദിത്തം തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്നലകളിലും ഇന്നും പ്രതികരിക്കുന്നത്. കൊടും ക്രൂരതയ്ക്ക് ഇതല്ലാതെ മറ്റെന്താണ് പറയേണ്ടത്? ഒന്നാണെങ്കിൽ അത് അബദ്ധം, രണ്ടാണെങ്കിൽ അത് കുറ്റം. തുടരെ നടത്തുന്നത് മാനസിക വൈകൃതവും അധികാരം, സംരക്ഷണം ഇവ ഉറപ്പുള്ളതിൻ്റെ അഹങ്കാരം. ചെന്നതുകൊണ്ടല്ലേ സംഭവിച്ചതെന്ന ന്യായീകരണ പടയാളികൾ പടച്ചുവിടുന്ന ചോദ്യത്തോട് ഒന്നേ പറയാനുള്ളൂ: മിഠായി നൽകി കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്ന സൈക്കോപാത്തുകളെ തിരിച്ചറിയാൻ കഴിയാത്ത നാട്ടിൽ പ്രണയം നടിച്ച് ഓരോരുത്തരെ നശിപ്പിക്കുന്ന ഉന്നത സ്ഥാനീയനെ എങ്ങനെയാണ് ഈ പെൺകുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിയുക? സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ പാർട്ടിയിൽ ചില മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും പറയുന്നത് ശരിയുടെ ബോധ്യമാണ് എന്ന തിരിച്ചറിവ് തന്നെയാണ് ആശ്വാസം. അതിജീവിതമാരെ, നിങ്ങൾ പോരാടുക. നിങ്ങൾ പോരാടുന്നത് ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവിനോടല്ല. അവർക്ക് എൻ്റെ നേതാക്കളുടെ സംരക്ഷണമില്ല. അവർക്ക് സംരക്ഷണം നൽകാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ലക്ഷ്യങ്ങളുണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിക്കുന്നവരെ സ്വന്തം പാളയത്തിൽ എത്തിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്, നമുക്കറിയാം. എന്നാൽ എല്ലാ പേരെയും ആ കണ്ണോടെ കാണരുത്. യൂത്ത് കോൺഗ്രസ് സ്ത്രീപക്ഷ നിലപാടിൽ തന്നെയാണ് എന്നാണ് സജനയുടെ ഏറ്റവും പുതിയ പ്രതികരണം. നേരത്തെ എന്തുകൊണ്ട് സജന വലിയ രീതിയിൽ സൈബർ ആക്രമണത്തിന് വിധേയമാകപ്പെട്ടു എന്നത് നമുക്കറിയാം. നേരത്തെ പങ്കുവച്ച നിലപാടുകൾ, നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചത്, രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അടിയന്തരമായി പുറത്താക്കണമെന്നും, അതായത് ഈ ഒരു ആരോപണങ്ങളൊക്കെ ഉയർന്ന സമയത്ത് നടത്തിയ ഒരു പ്രതികരണമാണ് സജന. ഈ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അടിയന്തരമായി പുറത്താക്കണമെന്നും ഇത്തരം സൈക്കോപാത്തുകളെ പടിയടച്ച് പിണ്ടം വയ്ക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സാജൻ നേരത്തെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഞരമ്പൻ എന്ന നാടൻ ഭാഷ CPM സൈബർ സഖാക്കൾ പ്രയോഗിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഗതികേടിൽ കോൺഗ്രസ് പ്രവർത്തകർ പോകേണ്ട സമയമല്ല ഇത്. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണെങ്കിൽ ഇനി പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ല എന്നായിരുന്നു സജന അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത്. അന്ന് ഈ ഒരു രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് സജന പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് കൂടി നമുക്കൊന്ന് നോക്കാം. പാർട്ടി അടിയന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണം, പടിയടച്ച് പിണ്ടം വയ്ക്കണം. രാഹുൽ മാങ്കൂട്ടമല്ല, അദ്ദേഹത്തിന്റെ മനോനിലയാണ് പ്രശ്നം. ഞരമ്പൻ എന്ന നാടൻ ഭാഷ CPM സൈബർ സഖാക്കൾ
വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഗതികേടിൽ കോൺഗ്രസ് പ്രവർത്തകർ പോകേണ്ട സമയമല്ല ഇത്. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണെങ്കിൽ ഇനി പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ല. പാർട്ടി നടപടിയെടുത്താൽ എത്ര ഉന്നത നേതാവിന്റെ സംരക്ഷണം ഉണ്ടെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി മാത്രമേ പിന്നീടുള്ള സംരക്ഷണ കാര്യം തീരുമാനിക്കാവൂ. ആർക്കാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ പരിശുദ്ധനാക്കിയേ മതിയാകൂ എന്ന ധൃതിയുള്ളത്? പെൺകുട്ടികളുടെ മാനത്തിനും വിലയുണ്ട് എന്ന് നേതൃത്വം മനസ്സിലാക്കണം. നീതി എന്നുള്ളത് പീഡിപ്പിക്കുന്നവനല്ല, ഇരകൾക്കുള്ളതാണ്. ഗർഭചിത്രവും പീഡനങ്ങളും എല്ലാ മാധ്യമത്തിലൂടെയും അല്ലാതെയും നേതൃത്വത്തിനും എല്ലാ പേർക്കും മനസ്സിലായിട്ടും ആ കുട്ടികൾ പരാതി നൽകിയില്ല എന്ന് പറയുന്നത് അവരുടെ ആത്മാഭിമാനത്തിനോടുള്ള വെല്ലുവിളി തന്നെയാണ്. അവർ പരാതി നൽകിയാൽ പാർട്ടിക്ക് എന്ത് ചെയ്യാനാകും? എൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്തത് മാതൃകാപരമായ നടപടിയാണ്. അത് രാജിവെച്ചതല്ല, രാജിവെപ്പിച്ചതാണ്. മറ്റു കാര്യങ്ങൾ മാന്യതയോർത്ത് ഇപ്പോൾ പറയുന്നില്ല. ഇനിയും രമേശ് പിഷാരടിമാരും രാഹുൽ ഈശ്വർമാരും വരും. അവരോട് മറ്റൊന്നും പറയാനില്ല. സ്ത്രീപക്ഷം എന്നൊരു പക്ഷമുണ്ട്. തൻവിയും അനുശ്രീയും ഒക്കെ പണം വാങ്ങി ഏതെങ്കിലും പരിപാടിയിൽ ഗസ്റ്റായി പോകുന്നത് പോലെയല്ല പാർട്ടിയിലെ വനിതാ പ്രവർത്തകർ. സ്വല്പം ബുദ്ധിമുട്ടിയാണ് നമ്മളൊക്കെ ഇതിൽ നിൽക്കുന്നത്. പോലീസ് ലാത്തിചാർജും ജയിൽവാസവും സമരങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ റീൽസ് ആക്കി അത് പോസ്റ്റ് ചെയ്യാൻ PR സംവിധാനങ്ങളും ഇല്ലാത്ത പട്ടിണി പാവങ്ങളായവരുമൊക്കെ ഈ പാർട്ടിയിലുണ്ട്. അതിൽ ആത്മാഭിമാനം പണയം വയ്ക്കാത്ത നമ്മളെ പോലുള്ളവർക്ക് വേണ്ടി പാർട്ടി ഇതുപോലുള്ള സൈക്കോപാത്തുകളെ പടിയടച്ച് പിണ്ടം വച്ചേ മതിയാവുകയുള്ളൂ എന്നായിരുന്നു സജന അന്ന് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണമൊക്കെ സജന നേരിട്ടിരുന്നു. ഇപ്പോൾ വീണ്ടും സജന പ്രതികരിച്ചിരിക്കുന്നു. രാഹുൽ മങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിൽ എന്തായാലും നിർണായകമായ അറസ്റ്റ്, നിർണായകമായ പ്രതികരണങ്ങൾ, നിർണായകമായ നിലപാടുകൾ കൂടി പുറത്തു വരുന്ന സമയമാണിത്. മാത്രമല്ല അതിജീവിതയും രാഹുലിൻ്റെ അറസ്റ്റിനോട്, അതായത് രാഹുലിനെതിരെ ആദ്യം പരാതി നൽകിയ പരാതിക്കാരിയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഇംഗ്ലീഷിലായിരുന്നു. അതിൻ്റെ മലയാളത്തിലുള്ള ഒരു അർത്ഥം ഇങ്ങനെയാണ് വരുന്നത്: പ്രിയപ്പെട്ട ദൈവമേ, എല്ലാ വേദനകളും വിധികളും വഞ്ചനകളും സഹിച്ച് മുന്നോട്ട് പോകാൻ ധൈര്യം നൽകിയതിന് നന്ദി. ഇരുട്ടിൽ അയാൾ ചെയ്ത പ്രവൃത്തി നീ കണ്ടു. ലോകത്തിന് മുന്നിൽ എത്താതിരുന്ന നിലവിളികൾ നീ കേട്ടു. ഞങ്ങളുടെ ശരീരം ആക്രമിക്കപ്പെട്ടപ്പോഴും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്രയോഗത്തിലൂടെ തട്ടിയെടുത്തപ്പോഴും നീ ഞങ്ങളെ ചേർത്ത് പിടിച്ചു. ആ മാലാഖ കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളോട് ക്ഷമിക്കട്ടെ. തെറ്റായ വ്യക്തിയെ വിശ്വസിച്ച് കുട്ടിയുടെ പിതാവാകാൻ യോഗ്യനല്ലാത്ത ഒരാളെ തിരഞ്ഞെടുത്തതിന് ക്ഷമ ചോദിക്കുന്നു. ആ മാലാഖ കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ സമാധാനത്തോടെ വിശ്രമിക്കട്ടെ. അക്രമത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഈ ലോകത്തിൽ നിന്നും ആ മാലാഖ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായിരിക്കട്ടെ. നമ്മുടെ കണ്ണുനീർ സ്വർഗത്തിലെത്തിയാൽ അവർ നിങ്ങളോട് ഇക്കാര്യം പറയട്ടെ: നിങ്ങളുടെ അമ്മ ഒരിക്കലും നിങ്ങളെ മറന്നില്ല. നിങ്ങളുടെ അസ്തിത്വം പ്രധാനമാണ്. നിങ്ങളുടെ ആത്മാവ് പ്രധാനമാണ്. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ അമ്മമാർ നിങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ താലോലിക്കും. കുഞ്ഞാറ്റെ, അമ്മ നിന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു എന്നായിരുന്നു അതിജീവിത, അതായത് രാഹുൽ മങ്കൂട്ടത്തിൽ കേസിലെ ആദ്യത്തെ അതിജീവിതയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.